ഒരു സിനിമാ കഥയേക്കാൾ മനോഹരമായ പ്രണയം. ഈ പ്രണയകഥയുടെ ഒടുവിൽ ഒരുപക്ഷെ നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞേക്കാം. ഇത് ഇന്ത്യ ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോയ ഒരു പ്രണയകഥയാണ്. അത് പലരുടെയും നിക്ഷിപ്ത താല്പര്യത്തിന് പുറത്ത് രേഖപ്പെടുത്താതെ പോയതാണ് എന്നതാണ് സത്യം. കിർക്ക് പാട്രിക്കിൻ്റെയും ഖൈറുന്നിസയുടെയും ആരും പറയാത്ത പ്രണയകഥ. 18-ാം നൂറ്റാണ്ടിലെ ഹൈദരാബാദിൽ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി സായിപ്പ് ഒരു ഇന്ത്യൻ പ്രഭുവിന്റെ പേരക്കുട്ടിയെ പ്രണയിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ജെയിംസ് അക്കിലസ് കിർക്ക് പാട്രിക്കും ഖൈറുന്നിസയും തമ്മിലുള്ള വിലക്കപ്പെട്ട പ്രണയം വെറും അപകീർത്തികരമായ പ്രണയമായിരുന്നില്ല. അത് അക്കാലത്തെ എല്ലാ കൊളോണിയൽ നിയമങ്ങളെയും തകർത്തു. ചരിത്രപരമായ മായ്ക്കലിൻ്റെയും വിസ്മൃതികളുടെയും പാളികൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന അവരുടെ പ്രണയകഥ സാംസ്കാരിക വിഭജനങ്ങൾക്കിടയിലുള്ള അഭിനിവേശത്തെക്കാൾ കൂടുതൽ വെളിപ്പെടുത്തുന്നു. ഇന്ത്യയിലെ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്തെ സങ്കീർണമായ ഇന്ത്യ ബ്രിട്ടീഷ് റിലേഷൻഷിപ്പുകളെ ഇത് തുറന്നു കാട്ടുന്നു. മിക്ക ചരിത്ര പുസ്തകങ്ങളും ഇത് സൗകര്യപൂർവ്വം ഒഴിവാക്കുന്നു. മറന്നുപോയ കൊളോണിയൻ പ്രണയകഥകളെക്കുറിച്ച് ഗവേഷണം നടത്തുന്നതിനിടയിലാണ് ഈ ശ്രദ്ധേയമായ കഥ ഉയർന്നു വന്നത്. കിർക്ക് പാട്രിക് ഖൈറിനെ വിവാഹം കഴിച്ചു. അദ്ദേഹം ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്തു. പ്രാദേശിക ആചാരങ്ങൾ സ്വീകരിച്ചു. പ്രണയത്തിനായി ഖൈറുന്നിസ ആത്മഹത്യയെ വരെ അഭിമുഖീകരിച്ചു. ബ്രിട്ടീഷുകാർ ഈ കഥ കുഴിച്ചിടാൻ ഇത്ര കഠിനമായി പരിശ്രമിച്ചത് എന്തുകൊണ്ടാണ്? മാതാപിതാക്കൾ രണ്ടുപേരും ദാരുണമായ മരണങ്ങൾ നേരിട്ടതിന് ശേഷം അവരുടെ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു? നമുക്ക് ആ കഥയിലേക്ക് തിരിയാം. ചരിത്ര സന്ദർഭം: ബ്രിട്ടീഷ് കൊളോണിയൽ ഇന്ത്യ. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലെ ഹൈദരാബാദ് ഒരു സാംസ്കാരിക സങ്കര ഇനം നഗരമായിരുന്നു. അതായത് 1800-കളുടെ തുടക്കത്തിൽ ഹൈദരാബാദിനെ ചിത്രീകരിക്കുക. ഇത് വെറും ഒരു ഇന്ത്യൻ നഗരമായിരുന്നില്ല. ഭൂമിയിലെ ചുരുക്കം ചില സ്ഥലങ്ങൾക്ക് മാത്രം പൊരുത്തപ്പെടാൻ കഴിയുന്ന സംസ്കാരങ്ങളുടെ ഊർജ്ജസ്വലമായ സംയോജനമായിരുന്നു അത്. ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള ഇന്ത്യയിൽ ഹൈദരാബാദിനെ സവിശേഷമാക്കുന്ന ഒരു സ്വതന്ത്ര ഭരണം നിലനിർത്തിക്കൊണ്ട് നൈസാമുകൾ അവിടെ ഭരിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യം ഉപഭൂഖണ്ഡത്തിലുടനീളം വ്യാപിച്ചപ്പോൾ ഹൈദരാബാദ് അതിൻ്റെ പേർഷ്യൻ സ്വാധീനമുള്ള ഡക്കാണി സംസ്കാരത്തെ സജീവവും അഭിവൃദ്ധികരവുമായി നിലനിർത്തി. തെലുങ്ക്, ഉറുദു, പേർഷ്യൻ, അറബിക്, ഇംഗ്ലീഷ് എന്നീ ഭാഷകളാൽ തിരക്കേറിയ തെരുവുകൾ, വാസ്തുവിദ്യ അതിൻ്റെതായ കഥകൾ പറയുന്നു. ഹിന്ദു ക്ഷേത്രങ്ങൾക്കും പുതുതായി നിർമ്മിച്ച യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിടങ്ങൾക്കും സമീപം നിൽക്കുന്ന മനോഹരമായ ഇസ്ലാമിക സ്ട്രക്ചറുകൾ. അവിടുത്തെ മാർക്കറ്റുകൾ തികച്ചും മാന്ത്രികമായിരുന്നു. മധ്യേഷ്യ, യൂറോപ്പ്, അറേബ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള വ്യാപാരികൾ തദ്ദേശീയരോടൊപ്പം വിലപേശുകയും വിലയേറിയ രത്നങ്ങൾ മുതൽ സുഗന്ധദ്രവ്യങ്ങൾ, തുണിത്തരങ്ങൾ വരെ എല്ലാം വ്യാപാരം ചെയ്യുകയും ചെയ്തു. ഹൈദരാബാദിൻ്റെ പ്രശസ്തമായ മുത്തുകളും വജ്രങ്ങളും ഭൂഖണ്ഡങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭാഗ്യാന്വേഷികളെ ആകർഷിച്ചു. ഇത് വ്യാപാരത്തിൻ്റെ ഒരു സംഗമസ്ഥാനം മാത്രമല്ല, ആശയങ്ങളുടെയും കൂടിച്ചേരലായിരുന്നു. പേർഷ്യൻ, ഉറുദു, തെലുങ്ക് ഭാഷകളിലെ കവിതാ സമാഹാരങ്ങളിൽ നിന്ന് അനവധി കൃതികളുണ്ടായി. കർണാടക പാരമ്പര്യങ്ങളെ ഹിന്ദുസ്ഥാനി സ്വാധീനങ്ങളുമായി സംയോജിപ്പിച്ച സംഗീതം വ്യത്യസ്തമായ ഒരു ഹൈദരാബാദി സംഗീതം സൃഷ്ടിച്ചു. ജെയിംസ് അക്കിലസ് കിർക്ക് പാട്രിക്, ഹൈദരാബാദിലെ ബ്രിട്ടീഷ് റെസിഡന്റ്. ജെയിംസ് കിർക്ക് പാട്രിക് ഒരു സാധാരണ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നില്ല. 1798 ഹൈദരാബാദിലേക്ക് റെസിഡന്റായി നിയമിതനായ അദ്ദേഹം 34 വയസ്സുള്ളപ്പോൾ തന്നെ ആ സ്ഥാനത്തേക്ക് യുവത്വത്തിൻ്റെ ഊർജം പ്രസരിപ്പിച്ച് കടന്നു വന്ന വ്യക്തിയായിരുന്നു. ഈ റെസിഡന്റ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഒരു അംബാസഡർ തന്നെയാണ്. അന്ന് ഓരോ നാട്ടുരാജ്യങ്ങളായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആ ഓരോ നാട്ടുരാജ്യങ്ങളിലും ബ്രിട്ടീഷുകാരുടെ പ്രതിനിധിയായിട്ട് വന്ന വ്യക്തിയായിരുന്നു ഈ റെസിഡന്റ്. തൻ്റെ നാട്ടുകാരിൽ പലരിൽ നിന്നും വ്യത്യസ്തനായി കിർക്ക് പാട്രിക് ഇന്ത്യയെ തൻ്റെ കരിയറിൻ്റെ ചവിട്ടുപടിയായി മാത്രം കണ്ടില്ല. അദ്ദേഹം യഥാർത്ഥ ജിജ്ഞാസയോടെ പ്രാദേശിക ആചാരങ്ങൾ സ്വീകരിച്ചു. അദ്ദേഹം പേർഷ്യനും ഉറുദുവും പഠിച്ചു. ആവശ്യമായ സമയങ്ങളിൽ ഇന്ത്യൻ വസ്ത്രങ്ങളും ധരിച്ചു. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയായ ഇന്നത്തെ കോട്ടയ റെസിഡൻസി അദ്ദേഹത്തിൻ്റെ സമീപനത്തിൻ്റെ പ്രതീകമായി മാറി. ആ കെട്ടിടം തന്നെ യൂറോപ്യൻ, ഇന്ത്യൻ വാസ്തുവിദ്യാ ശൈലികൾ പകർത്തി അതിൽ താമസിച്ചിരുന്ന ആ വ്യക്തിയെപ്പോലെ തന്നെ.
ബ്രിട്ടീഷ് താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ, പ്രത്യേകിച്ച് നെപ്പോളിയൻ യുദ്ധങ്ങളിലെ ഫ്രഞ്ച് സ്വാധീനത്തിനെതിരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അദ്ദേഹത്തെ അയച്ചു. എന്നാൽ കിർക്പാട്രിക് നീതിബോധത്തിന് പ്രശസ്തി നേടി. നയതന്ത്ര കടമകൾ നിറവേറ്റുന്നതിനിടയിൽ അദ്ദേഹം നിസാമിൻ്റെ പരമാധികാരത്തെയും ബഹുമാനിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ സമീപനങ്ങൾ വിജയിച്ചു. ആ സ്ഥാനത്ത് മുൻപുണ്ടായിരുന്നവരെക്കാൾ നിസാം അദ്ദേഹത്തെ വിശ്വസിച്ചു. ഹൈദരാബാദി പ്രഭുക്കന്മാർ അദ്ദേഹത്തെ അവരുടെ വീടുകളിലേക്കും ജീവിതത്തിലേക്കും സ്വാഗതം ചെയ്തു. വിവിധ സാംസ്കാരിക വിനിമയത്തിനുള്ള ഒരു തുറന്ന മനസ്സാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിക്കുന്ന ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേദിയൊരുക്കിയത്. ഖൈറുന്നിസ. ആരാണ് ഈ ഖൈറുന്നിസ? അവളുടെ പശ്ചാത്തലവും കുടുംബ പാരമ്പര്യവും. ഹൈദരാബാദിലെ ഉന്നത കുലജാതരിൽ ജനിച്ച ഖൈറുന്നിസ വെറുമൊരു പ്രഭു സ്ത്രീ മാത്രമായിരുന്നില്ല. അവരുടെ മുത്തച്ഛൻ നൈസാമിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു. അവരുടെ കുടുംബത്തെ അധികാരത്തിൻ്റെ പരമകേന്ദ്രത്തിൽ പ്രതിഷ്ഠിച്ചു. സ്ത്രീകളിൽ ഏറ്റവും മികച്ചത് എന്നർത്ഥം വരുന്ന അവരുടെ പേര് തന്നെ ജനനം മുതൽ അവരിൽ അർപ്പിച്ചിരുന്ന ഉയർന്ന പ്രതീക്ഷകളെ പ്രതിഫലിപ്പിച്ചു. സെനാനയിൽ, അതായത് സ്ത്രീകളുടെ ക്വാർട്ടേഴ്സ്, അവിടെ വളർന്ന അവൾ അവരുടെ പദവിയിലുള്ള സ്ത്രീകൾക്ക് ലഭ്യമായ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നേടി. പേർഷ്യൻ കവിത, സംഗീതം, മതപരമായ പ്രബോധനങ്ങളെല്ലാം പഠിച്ചു. 14 വയസ്സായപ്പോഴേക്കും ഒരു പ്രഭുവുമായി അവളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. അവരുടെ പദവിയിലുള്ള പെൺകുട്ടികൾക്കുള്ള ആചാരങ്ങളെല്ലാം തന്നെ പാലിച്ചുകൊണ്ടായിരുന്നു. എന്നാൽ ഖൈറുന്നിസയ്ക്ക് അവരെ വേറിട്ട് നിർത്തുന്ന ഗുണങ്ങളുണ്ടായിരുന്നു. ബുദ്ധിശക്തി, ജിജ്ഞാസ, സമകാലികമായ കാര്യങ്ങളോടുള്ള താല്പര്യങ്ങൾ, സൗന്ദര്യം, ഇതെല്ലാം തന്നെ ഖൈറുന്നിസയുടെ പ്ലസ് പോയിന്റുകളായിരുന്നു. അവരുടെ മാതൃപിതാവായ ബഹാവുദ്ദീൻ ഖാൻ നൈസാമിൻ്റെ പ്രധാന ഉപദേഷ്ടാവായി സേവനമനുഷ്ഠിക്കുകയും ബ്രിട്ടീഷ് റെസിഡൻസിയുമായി അടുത്ത നയതന്ത്ര ബന്ധം നിലനിർത്തുകയും ചെയ്തു. ഈ ബന്ധം ഖൈറുന്നിസയെ യൂറോപ്യൻ സന്ദർശകരുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. അക്കാലത്ത് പർദ്ദയിലെ സ്ത്രീകളെ സംബന്ധിച്ച് അപൂർവമായ അനുഭവമായിരുന്നു ഖൈറുന്നിസയ്ക്ക് അതിലൂടെ ലഭിച്ചത്. സാധാരണ പർദ്ദ അണിഞ്ഞ സ്ത്രീകൾ അകത്തളങ്ങളിലായിരുന്നു കഴിഞ്ഞുകൂടിയിരുന്നത്. അറബ് വംശ പരമ്പരയും ഡെക്കാൻ പ്രഭുക്കന്മാരുടെ ആഴത്തിനുള്ള വേരുകളും അവരുടെ കുടുംബം സംയോജിപ്പിച്ചു. ഒന്നിലധികം ഇസ്ലാമിക പാരമ്പര്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു പൈതൃകം സൃഷ്ടിച്ചു. ഈ കോസ്മോപോളിറ്റൻ പശ്ചാത്തലം ഒരുപക്ഷെ ചെറുതാണെങ്കിലും അവളുടെ ജീവിതം സ്വീകരിച്ച അഭൂതപൂർവമായ ഒരു പാതയ്ക്ക് അവളെ പാകപ്പെടുത്തി. 1800കളുടെ തുടക്കത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ സമൂഹങ്ങൾക്കിടയിലുള്ള അദൃശ്യമായ മതിലുകൾ അത് വളരെ ശക്തമായിരുന്നു. ഇന്ത്യക്കാരായ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ തന്നെ ഒറ്റപ്പെട്ട കണ്ടോൺമെൻറ്റുകളിലും സിവിൽ ലൈനുകളിലും താമസിച്ചിരുന്നു. മറ്റു യൂറോപ്യന്മാരുമായി മാത്രം അവർ ഇടപഴകി. മിക്കവരും ഇന്ത്യൻ ആചാരങ്ങളെ അവജ്ഞത കലർന്നാണ് വീക്ഷിച്ചത്. പാശ്ചാത്യ രീതികൾ ഉയർന്നതാണെന്ന് അവർ കരുതി. ചിലർ യൂറോപ്പിലേക്ക് ഇടയ്ക്ക് പോയപ്പോൾ ആ നാട്ടുകാരിൽ നിന്ന് വർണ്ണവിവേചനത്തിൻ്റെ കഠിനമായ വിധി നേരിടേണ്ടി വന്നു എന്നതും സത്യമാണ്. ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് ഉയർന്ന പദവിയിലുള്ള മുസ്ലിങ്ങൾക്ക് യൂറോപ്യന്മാരുമായുള്ള സമ്പർക്കം സാമൂഹ്യ നിലയെയും മതപരമായ വിശുദ്ധിയെയും അപകടത്തിലാക്കുമെന്ന് വിശ്വസിച്ചിരുന്നു. ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് ഉയർന്ന പദവിയിലുള്ള മുസ്ലിങ്ങൾ, യൂറോപ്യന്മാരുമായുള്ള സമ്പർക്കം സാമൂഹ്യ നിലയെയും മതപരമായ വിശുദ്ധിയെയും അപകടത്തിലാക്കുമെന്ന് വിശ്വസിച്ചിരുന്നു. വരേണ്യ മുസ്ലിം സ്ത്രീകൾ കർശനമായി പർദ്ദ ധരിച്ചു. അവരുടെ കുടുംബത്തിന് പുറത്തുള്ള പുരുഷന്മാർക്ക് അവരെ കാണാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഇതിനപ്പുറത്തുള്ള പ്രണയബന്ധങ്ങൾ ഉണ്ടാവുക എന്ന ആശയം അത് മിക്കവാറും ആ സ്ത്രീകൾക്ക് ചിന്തിക്കാൻ കഴിയാത്തതായിരുന്നു. മതപരമായ വ്യത്യാസങ്ങൾ ഒരുപക്ഷെ ഏറ്റവും വലിയ തടസ്സം സൃഷ്ടിച്ചു. മതപരിവർത്തനം രണ്ട് രീതികളിലും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു. ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഉപേക്ഷിക്കുന്നത് കുടുംബപരമായ തിരസ്കരണവും സാമൂഹിക മരണവുമാണ്. ഒരു ബ്രിട്ടീഷ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം സ്വീകരിക്കുന്നത് അയാളുടെ കരിയറും വീട്ടുകാരുമായുള്ള ബന്ധവും അവസാനിപ്പിക്കും. ഈ വർഗപ്രശ്നം കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കി. ബ്രിട്ടീഷ് വിഭാഗം ഇന്ത്യൻ രാജകുടുംബങ്ങളെ ബഹുമാനിച്ചിരുന്നു. എന്നാൽ ഇന്ത്യയിലെ വിദ്യാസമ്പന്നരായ സാധാരണക്കാരെ പോലും സാമൂഹിക പദവി നോക്കിയാൽ വളരെ താഴെയായാണ് അവർ പ്രതിഷ്ഠിച്ചിരുന്നത്. അതേസമയം ഇന്ത്യൻ സമൂഹത്തിന് അതിൻ്റെതായ സങ്കീർണമായ ജാതി വർഗ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അത് യൂറോപ്യൻ പദവി സങ്കല്പങ്ങളുമായി പൊരുത്തപ്പെടുന്നതായിരുന്നില്ല. അഭേദ്യമായി തോന്നുന്ന ഈ സാമൂഹ്യ വിഭജനങ്ങളുടെ ഈ പശ്ചാത്തലത്തിൽ കിർക്പാട്രിക്കിൻ്റെയും ഖൈറുന്നിസയുടെയും കഥ കൂടുതൽ ശ്രദ്ധേയമാകുന്നു. ഇനി നമുക്ക് അവരുടെ നിർഭാഗ്യകരമായ ആദ്യത്തെ കൂടിക്കാഴ്ചയെക്കുറിച്ച് മനസ്സിലാക്കാം. അവരുടെ ജീവിതം മാറ്റിമറിച്ച ആ കൂടിക്കാഴ്ച.
1798 ഹൈദരാബാദ് രാജകീയ കോടതിയുടെ മഹത്വം നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. പട്ടുതുണികളുടെയും ആഭരണങ്ങളുടെയും പ്രോട്ടോകോളിൻ്റെയും ഒരു കലഡൈസ്കോപ്പ്. പുതുതായി നിയമിതനായ ബ്രിട്ടീഷ് റെസിഡൻ്റായ ജെയിംസ് അക്കില്ലസ് കിർക്ക്പാട്രിക് കൊട്ടാരത്തിലെ അംഗങ്ങൾക്കിടയിൽ ഉയർന്നു നിന്നു. അദ്ദേഹത്തിൻ്റെ സൈനിക യൂണിഫോം നൈസാമിൻ്റെ കൊട്ടാരത്തിൻ്റെ വർണ്ണാഭമായ വസ്ത്രം ധരിച്ച കൂട്ടത്തിനിടയിൽ വ്യത്യസ്തമായി കാണപ്പെട്ടു. അവിടെ വച്ചാണ് അദ്ദേഹം അവളെ ആദ്യമായി കണ്ടത്. സ്ത്രീകളിൽ മികച്ചത് എന്നർത്ഥമുള്ള പേരുള്ള ഖൈറുന്നിസയ്ക്ക് അന്ന് 14 അല്ലെങ്കിൽ 15 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചെറുപ്പമായിരുന്നിട്ടും ശ്രദ്ധയാകർഷിക്കുന്ന ഒരു സൗന്ദര്യം അവൾക്കുണ്ടായിരുന്നു. നൈസാമിൻ്റെ കൊട്ടാരത്തിലെ ഒരു പ്രമുഖ പ്രഭുവായ മിർ ആലമിനൊപ്പം അവൾ എപ്പോഴും ഉണ്ടായിരുന്നു. തിരക്കേറിയ ദർബാർ ഹാളിൽ ആകർഷിക്കുന്ന ഒരു സൗന്ദര്യം അവൾക്കുണ്ടായിരുന്നു. തിരക്കേറിയ ദർബാർ ഹാളിൽ അവരുടെ കണ്ണുകൾ കണ്ടുമുട്ടി ആ ക്ഷണികമായ നിമിഷം 2 സാമ്രാജ്യങ്ങളുടെ ഗതി മാറ്റുന്നതായിരുന്നു. 32 വയസ്സുള്ള കിർക്ക്പാട്രിക് അത്ര നിഷ്കളങ്കനായ ഒരു യുവാവ് ആയിരുന്നില്ല. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ നിയന്ത്രണങ്ങൾ ശക്തിപ്പെടുത്താനാണ് അദ്ദേഹത്തെ അയച്ചത്, പ്രണയത്തിലാകാനല്ല. എങ്കിലും ആ യുവാവിൻ്റെ സ്വബോധത്തിൽ, ആത്മാവിൽ എന്തോ ഒന്ന് അയാൾക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധത്തിൽ അയാളെ ഉത്തേജിപ്പിച്ചു. ഖൈറുന്നിസയെ സംബന്ധിച്ചിടത്തോളം വിചിത്രമായ വസ്ത്രധാരണവും ആത്മവിശ്വാസമുള്ള പെരുമാറ്റവുമുള്ള ആ ഉയരമുള്ള സുന്ദരനായ ഇംഗ്ലീഷുകാരൻ തൻ്റെ ഇടുങ്ങിയ മതിൽക്കെട്ടുകൾക്കപ്പുറമുള്ള ഒരു ലോകത്തെ പ്രതിനിധീകരിക്കുന്നതായിരുന്നു ആകർഷകവും ഒരേ സമയം വിലക്കപ്പെട്ടതുമായി അവൾക്ക് തോന്നി. ആദ്യം ഇരുവരും പരസ്പരം ഭാഷയിൽ ഒഴുക്കോടെ സംസാരിച്ചിരുന്നില്ല. അവരുടെ ആദ്യകാല ഇടപെടലുകൾ വിവർത്തകരെയും നോട്ടങ്ങളുടെയും ആംഗ്യങ്ങളുടെയും സാർവത്രിക പ്രണയ ഭാഷയെയും ആശ്രയിച്ചിരുന്നു. കിർക്ക്പാട്രിക് ഉറുദുവും പേർഷ്യനും കുറച്ച് പഠിച്ചിരുന്നു. എന്നാൽ കൊട്ടാര മര്യാദകൾ പൂർണ്ണമായും വ്യത്യസ്തമായിരുന്നു. കാരണം നൈസാമിൻ്റെ കൊട്ടാരത്തിലെ ഓരോ പ്രവർത്തനവും നൂറ്റാണ്ടുകളുടെ പാരമ്പര്യത്താൽ രൂപപ്പെടുത്തിയതായിരുന്നു. ഖൈറുന്നിസയെ സംബന്ധിച്ചിടത്തോളം ആ ഇംഗ്ലീഷുകാരൻ്റെ വഴികൾ, പ്രവർത്തികൾ വിചിത്രമായി തോന്നി. അദ്ദേഹത്തിൻ്റെ ഓപ്പണായ പെരുമാറ്റം, വ്യത്യസ്തമായ മതാചാരങ്ങൾ, അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണം പോലും അദ്ദേഹത്തെ ഒരു പുറം നാട്ടുകാരനായി അടയാളപ്പെടുത്തുന്നതായിരുന്നു. ഒരു മുസ്ലിം പ്രഭുസ്ത്രീ എന്ന നിലയിൽ ഖൈർ പർദ്ദയിലാണ് ജീവിച്ചിരുന്നത്. അവളുടെ അടുത്ത കുടുംബത്തിന് പുറത്തുള്ള പുരുഷന്മാരിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്നു. അവരുടെ കൂടിക്കാഴ്ചകൾ അപൂർവവും ഹ്രസ്വവും എപ്പോഴും ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാകുന്ന സാഹചര്യത്തിലുമായിരുന്നു. ഇത്തരം സാഹചര്യത്തിൽ മിക്കവരും പിന്തിരിയുകയാണ് പതിവ്. എന്നാൽ ആ തടസ്സങ്ങളൊന്നും തന്നെ അവരെ പിന്തിരിപ്പിച്ചില്ല. പകരം അസാധാരണമായ ഒരു ബന്ധത്തിൻ്റെ ചട്ടക്കൂടായി മാറി. കൗതുകകരമായി തുടങ്ങിയതായിരുന്നു പെട്ടെന്ന് ഇരുവർക്കും മറക്കാനോ തള്ളാനോ കഴിയാത്ത എന്തോ ഒന്നിലേക്ക് ആഴ്ന്നിറങ്ങിയതായി അവരുടെ മനസ്സുകളിൽ അനുഭവപ്പെട്ടു. മിർ ആലമിന്റെ വസതി സന്ദർശിക്കാൻ കിർക്ക്പാട്രിക് മനഃപൂർവമായ കാരണങ്ങൾ കണ്ടെത്തി. ഖൈറുന്നിസ അയാൾക്ക് മുന്നിൽ സന്നിഹിതയാകാനുള്ള കാരണങ്ങളും കണ്ടെത്തി. എല്ലായ്പ്പോഴും ശരിയായി മൂടുപടം ധരിച്ച്, എല്ലായ്പ്പോഴും ഉചിതമായ അകലം പാലിച്ച് അവൾ നിന്നു. അവരുടെ പ്രണയം കൊട്ടാരത്തിൻ്റെ അരികുപറ്റി പൂത്തുലഞ്ഞു. കൈമാറുന്ന കുറിപ്പുകളിൽ ഒളിപ്പിച്ചു വച്ച അർത്ഥങ്ങളുള്ള സമ്മാനങ്ങളിൽ, വിശ്വസ്തരായ ഇടനിലക്കാർ വഴി നടത്തുന്ന സംഭാഷണങ്ങളിൽ അവരുടെ പ്രണയം മനസ്സിലും കൊട്ടാരത്തിൻ്റെ അരികുപറ്റി രഹസ്യമായും പൂത്തുലഞ്ഞു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തങ്ങളുടെ പ്രതിനിധികൾ സ്വദേശികളിൽ നിന്ന് അകലം പാലിക്കുമെന്ന് പ്രതീക്ഷിച്ചു. ഹൈദരാബാദിലെ പ്രഭുക്കന്മാരായ മുസ്ലിം കുടുംബങ്ങൾ അവരുടെ പെൺമക്കൾ സ്വന്തം വിശ്വാസത്തിലും പാരമ്പര്യത്തിലും സംസ്കാരത്തിലും അനുയോജ്യരായ പുരുഷന്മാരെ വിവാഹം കഴിക്കുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ ഈ രണ്ടുപേരും എല്ലാം അപകടത്തിലാക്കുകയായിരുന്നു. എന്നിട്ടും സമൂഹം വേർപിരിയാൻ കൂടുതൽ നിർബന്ധിക്കും തോറും അവരുടെ ബന്ധം കൂടുതൽ ശക്തമായി. കിർക്ക്പാട്രിക് ഇസ്ലാമിക ഗ്രന്ഥങ്ങളും ആചാരങ്ങളും പഠിക്കാൻ തുടങ്ങി. ഖൈറുന്നിസ ഇംഗ്ലീഷ് രീതികളെക്കുറിച്ച് പഠിച്ചു. എല്ലാവരും അവരെ വേർപെടുത്താൻ ഗൂഢാലോചന നടത്തിയ ഒരു ലോകത്ത് ആ വിഭജനങ്ങൾ ധിക്കരിക്കാനുള്ള അവരുടെ ദൃഢനിശ്ചയം 2 ഭൂഖണ്ഡങ്ങളെ അപകീർത്തിപ്പെടുത്തുകയും സാമ്രാജ്യത്തിൻ്റെ കർശനമായ അതിരുകളെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഒരു പ്രണയകഥയുടെ അടിത്തറയായി മാറി. ഹൈദരാബാദിലെ ബ്രിട്ടീഷ് റെസിഡൻസിയുടെ മതിലുകൾക്ക് പിന്നിൽ ജെയിംസ് കിർക്ക്പാട്രിക്, ഖൈറുന്നിസ എന്നിവർ അവരുടെ കാലത്തെ എല്ലാ സാമൂഹിക അതിരുകളെയും ധിക്കരിക്കുന്ന ഒരു പ്രണയകഥ കുറിച്ചു. അവരുടെ പ്രണയം ആരംഭിച്ചത് ജാലകങ്ങളിലൂടെയുള്ള പരസ്പരം കവർന്ന നോട്ടങ്ങളിലൂടെയാണ്. അവിടെ ഖൈറുന്നിസ സുന്ദരനായ ആ ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ കാണുമായിരുന്നു.
അവർക്കിടയിൽ കോഡ് ചെയ്ത സന്ദേശങ്ങൾ വഹിക്കുന്ന വിശ്വസ്ത സേവകർ വഴിയാണ് അവരുടെ ആദ്യ കൂടിക്കാഴ്ചകൾ ക്രമീകരിച്ചത്. ഇരുവരുടെയും പ്രശസ്തിയെ നശിപ്പിക്കാൻ, അപകീർത്തിപ്പെടുത്താൻ സാധ്യതയുള്ള അപകടകരമായ ഒരു റിലേഷൻഷിപ്പ് ബിസിനസ്. ചന്ദ്രോദയം വരെ ഞാൻ മണിക്കൂറുകൾ എണ്ണുന്നു, കിർക്ക്പാട്രിക് ഒരു കുറിപ്പിലെഴുതി. അവൾക്കായി മാത്രം പഠിച്ച പേർഷ്യൻ ശൈലികൾ പ്രയോഗിച്ചു. അവരുടെ ബന്ധം കൂടുതൽ ആഴത്തിലായപ്പോൾ അവർ സ്വന്തമായി ഒരു രഹസ്യ ഭാഷ വികസിപ്പിച്ചെടുത്തു. ഇംഗ്ലീഷ്, പേർഷ്യൻ, ഉറുദു എന്നിവയുടെ മിശ്രിതം. അത് അവർക്ക് മാത്രം മനസ്സിലാകും. കിർക്ക്പാട്രിക് വീട്ടുജോലിക്കാർക്ക് കൈക്കൂലി നൽകുകയും രഹസ്യമായി സംസാരിക്കാൻ കഴിയുന്ന പൂന്തോട്ടങ്ങളിൽ ചെടികളുടെ മറവിൽ രഹസ്യ മീറ്റിങ്ങുകൾ ക്രമീകരിക്കുകയും ചെയ്തു. അവിടെ അവർക്ക് ഏതാനും നിമിഷങ്ങളെങ്കിലും സ്വതന്ത്രമായി സംസാരിക്കാൻ കഴിഞ്ഞു. എന്നാൽ അവരുടെ ബന്ധങ്ങളെക്കുറിച്ചുള്ള കിംവദന്തികൾ പുറത്തു വന്നതോടെ ഈ വിവാദം കാട്ടുതീ പോലെ പൊട്ടിപ്പുറപ്പെട്ടു. ബ്രിട്ടീഷുകാരുടെ ഭാഗത്ത് കിർക്ക്പാട്രിക്കിൻ്റെ മേലുദ്യോഗസ്ഥർ അദ്ദേഹത്തിൻ്റെ പ്രണയത്തെ അപകടകരമായ ഒന്നായി കണ്ടു. അദ്ദേഹത്തിൻ്റെ സഹ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ പാർട്ടികളിലേക്ക് ക്ഷണിക്കുന്നത് നിർത്തി. അവരുടെ കണ്ണിൽ അദ്ദേഹം ഒരു സ്വദേശിയായി മാറിയിരുന്നു. ആത്യന്തികമായ വഞ്ചന എന്നവർ കരുതി. അതേസമയം ഖൈറുന്നിസയുടെ കുടുംബം യാഥാസ്ഥിതിക മുസ്ലിം വൃത്തങ്ങളിൽ നിന്ന് കടുത്ത സമ്മർദ്ദം നേരിട്ടു. അവർ ഒരു വിദേശിയോടുള്ള അവളുടെ പ്രണയത്തെ നാണക്കേടായി കണ്ടു. അവളുടെ മുത്തച്ഛൻ അവളെ പൂർണ്ണമായും സമൂഹത്തിൽ നിന്ന് തള്ളിക്കളയുമെന്ന് ഭീഷണിപ്പെടുത്തി. അയൽക്കാർ മോശമായി സംസാരിക്കാൻ തുടങ്ങി. സുഹൃത്തുക്കൾ പിണങ്ങിപ്പോയി. അതേസമയം അവർക്ക് എന്നിൽ നിന്നും എന്തോ രോഗം പിടിപെടുമെന്ന ഭയം പോലെയാണ് അവർ എന്നോട് പെരുമാറുന്നതെന്ന് കിർക്ക്പാട്രിക് തൻ്റെ സഹപ്രവർത്തകരെക്കുറിച്ച് തൻ്റെ സഹോദരൻ എഴുതിയ കത്തിൽ തുറന്നു പറഞ്ഞു. തൻ്റെ പ്രണയം ആഴമേറിയപ്പോൾ കിർക്ക്പാട്രിക് എത്രമാത്രം നാടകീയമായി മാറിയെന്ന് വളരെ കുറച്ചുപേർ മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. അക്കാലത്ത് സാധാരണ കൊളോണിയൽ ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം പേർഷ്യൻ കവിത പഠിക്കാനും മുഗൾ കലയെ അഭിനന്ദിക്കാനും തുടങ്ങി. അദ്ദേഹം തൻ്റെ വസ്ത്രധാരണം മാറ്റി. ചിലപ്പോൾ മുഗൾ കോട്ടകളിലും തലപ്പാവുകളിലും പ്രത്യക്ഷപ്പെട്ടു. അത് ബ്രിട്ടീഷ് സഹപ്രവർത്തകരെ ഞെട്ടിച്ചു. അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലം ഇന്ത്യൻ വാസ്തുവിദ്യാ ഘടകങ്ങൾ കൊണ്ട് അലങ്കരിച്ചു. കമാനാകൃതിയിലുള്ള വാതിലുകൾ, സങ്കീർണമായ ലാറ്റിസ് വർക്കുകൾ, ഒരു സ്വകാര്യ ഹമാംബാത്ത് എന്നിവയൊക്കെ നിർമ്മിച്ചു. ഏറ്റവും പ്രധാനമായി കിർക്ക്പാട്രിക് സ്വകാര്യ കത്തിടപാടുകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ നയങ്ങളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. കൊൽക്കത്തയിലെ തൻ്റെ മേലുദ്യോഗസ്ഥരെ ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ പ്രാദേശിക ജനങ്ങളുടെ വീക്ഷണത്തോടുള്ള തൻ്റെ സഹതാപം അദ്ദേഹം പ്രകടിപ്പിച്ചു. ലണ്ടനിൽ നിന്നുള്ള എല്ലാത്തിനേക്കാളും കൂടുതൽ ജ്ഞാനം ഒരു ഉച്ചനേരത്തെ വിശ്രമവേളയിൽ ഹൈദരാബാദി കവിതയിൽ ഞാൻ കണ്ടെത്തുന്നു എന്ന് അദ്ദേഹം ഒരു വിശ്വസ്ത സുഹൃത്തിന് എഴുതി. കീഴ്വഴക്കങ്ങളെ ധിഖരിക്കുന്ന ഖൈറുന്നിസയുടെ ധൈര്യം നമുക്ക് നോക്കാം. അവരുടെ പ്രണയകഥയിലെ നിഷ്ക്രിയ കഥാപാത്രമായിരുന്നില്ല ഖൈറുന്നിസ. അനന്തരഫലങ്ങൾ അറിയാമായിരുന്നിട്ടും അവളി ദുഷ്കരമായ പാത സജീവമായി തിരഞ്ഞെടുത്തു. കർശനമായ പർദ്ദ പാരമ്പര്യങ്ങളുള്ള ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ച അവൾ കുടുംബനില, പ്രശസ്തി, വ്യക്തിപരമായ സുരക്ഷ എന്നിവയെല്ലാം പണയപ്പെടുത്തി മറ്റൊരാൾക്ക് വിവാഹം കഴിപ്പിക്കുമെന്ന് ബന്ധുക്കൾ ഭീഷണിപ്പെടുത്തിയപ്പോൾ കിർക്ക്പാട്രിക്കിനോടുള്ള തൻ്റെ സ്നേഹം അവൾ ധൈര്യത്തോടെ പ്രഖ്യാപിച്ചു. അക്കാലത്ത് അവളുടെ സ്ഥാനത്തുള്ള സ്ത്രീകൾക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ധൈര്യമായിരുന്നു അത്. മതത്തെയും പാരമ്പര്യത്തെയും വഞ്ചിക്കുന്നതായി ആരോപിച്ച് അവളുടെ സമൂഹത്തിലെ മറ്റു സ്ത്രീകളിൽ നിന്ന് ക്രൂരമായ വിമർശനങ്ങൾ അവൾ നേരിട്ടു. എന്നിട്ടും അവൾ ഒരിക്കലും പതറിയില്ല. ഒരു കൂട് സ്വർണം കൊണ്ട് നിർമ്മിച്ചാലും അത് ബന്ധനത്തിൻ്റെ കൂടായി തന്നെ തുടരുന്നു എന്ന് കിർക്ക്പാട്രിക്കിനെ മറക്കാൻ പ്രേരിപ്പിച്ച അമ്മയോട് അവൾ ഇങ്ങനെ പറഞ്ഞതായി റിപ്പോർട്ടുണ്ട്. അവരുടെ സ്നേഹം വലിയ നഷ്ടം വരുത്തി വച്ചു. കിർക്ക്പാട്രിക്കിൻ്റെ കരിയർ പുരോഗതി എന്നേക്കുമായി സ്തംഭിച്ചു. മേലുദ്യോഗസ്ഥർക്ക് അദ്ദേഹം നൽകിയ പല റിപ്പോർട്ടുകളും സംശയത്തോടെയാണ് വീക്ഷിക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ സാമൂഹിക വലയം ഒരു പിടി കൂടുതൽ ഓപ്പണായ മനസ്സുള്ള യൂറോപ്യന്മാരിലേക്ക് മാത്രം ചുരുങ്ങി. എന്നാൽ ഖൈറുന്നിസയെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെടൽ കൂടുതൽ ആഴത്തിലായി. കുടുംബ പാരമ്പര്യങ്ങളിൽ നിന്നും സാമൂഹിക പിന്തുണയിൽ നിന്നും വേർപിരിഞ്ഞ അവർ ഒരു സങ്കര അസ്തിത്വം സൃഷ്ടിച്ചു. ബ്രിട്ടീഷ് സർക്കിളിൽ പൂർണ്ണമായി അംഗീകരിക്കപ്പെടുകയോ എന്നാൽ മുൻ ജീവിതത്തിലേക്ക് മടങ്ങാൻ ശ്രമിക്കുകയോ അവൾ ചെയ്തില്ല. അവർ ഒരുമിച്ച് ഒരു സങ്കുചിത ലോകത്തിനും യോജിച്ചതല്ലാത്ത ഒരു അതുല്യമായ കുടുംബം നിർമ്മിച്ചു. അവരുടെ കുട്ടികൾ ഈ സങ്കീർണമായ പാരമ്പര്യം അവകാശമാക്കും. ഇംഗ്ലണ്ടിന് ജനിച്ച ഇന്ത്യക്കാരനും ഇന്ത്യക്ക് ജനിച്ച ഇംഗ്ലീഷുകാരുമായി അവർ ജീവിക്കും.
ഞങ്ങൾ സ്വതന്ത്രമായി ഒരു ചെറിയ രാജ്യം സൃഷ്ടിച്ചു. കിർക്പാട്രിക് എഴുതി. ഞങ്ങളുടെ നിയമങ്ങൾ മാത്രം ബാധകമാകുന്ന ഒരു ലോകം. അസാധ്യമായ സാധ്യതകളെ അവർ മറികടക്കുന്നു. സ്നേഹം നമ്മെ വന്യമായ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. കൊളോണിയൽ ഇന്ത്യയിലെ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് സങ്കല്പിക്കാനാവാത്ത ഏറ്റവും ഞെട്ടിക്കുന്ന നടപടി സ്വീകരിച്ച ജെയിംസ് കിർക്പാട്രിക് ഇത് മറ്റാരേക്കാളും നന്നായി മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹം ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്തു. ഇത് വെറുമൊരു ആകസ്മിക തീരുമാനമായിരുന്നില്ല. ഹൈദരാബാദിലെ ബ്രിട്ടീഷ് റെസിഡന്റ് എന്ന നിലയിൽ കിർക്പാട്രിക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ താൽപ്പര്യങ്ങളെ പ്രതിനിധീകരിച്ചു. അദ്ദേഹത്തിൻ്റെ മതം മാറ്റം കേവലം വ്യക്തിപരമല്ലായിരുന്നു. പല യൂറോപ്യന്മാരുടെയും കണ്ണിൽ അത് പ്രായോഗികമായി രാജ്യദ്രോഹമായിരുന്നെങ്കിലും പരിവർത്തനം ക്രമേണ സംഭവിച്ചതായിരുന്നു. ആദ്യം അദ്ദേഹം പേർഷ്യൻ കവിതയിലും ഹൈദരാബാദി സംസ്കാരത്തിലും താല്പര്യം വന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണ തിരഞ്ഞെടുക്കലുകൾ മാറി. പ്രാദേശിക വസ്ത്രധാരണം, താടി വളർത്തൽ, എന്തിനും മൈലാഞ്ചി പോലും ഉപയോഗിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഔപചാരിക പരിവർത്തനം അത് കൊളോണിയൽ സമൂഹത്തെ അതിൻ്റെ കാതലിൽ തന്നെ പിടിച്ചുലച്ചതായിരുന്നു. ഏറ്റവും ആകർഷകമായ കാര്യം കിർക്പാട്രിക് വെറും പ്രദർശനത്തിനായി മതം മാറിയില്ല എന്നതാണ്. ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നത് അദ്ദേഹം യഥാർത്ഥത്തിൽ ഇസ്ലാമിക ആചാരങ്ങൾ സ്വീകരിച്ചു, പതിവായി പ്രാർത്ഥിച്ചു, പാരമ്പര്യങ്ങളെ ബഹുമാനിച്ചു എന്നാണ്. ഖൈറുന്നിസയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും പ്രണയപരമായിരുന്നില്ല, അത് വിപ്ലവകരമായിരുന്നു. വിവാഹം തന്നെ രണ്ട് ലോകങ്ങളെ ഗംഭീരമായ രീതിയിൽ സംയോജിപ്പിക്കുന്നതായിരുന്നു. അവർ 2 തവണ വിവാഹിതരായി. യഥാർത്ഥത്തിൽ ആദ്യം കിർക്പാട്രിക് ഹാഷ്മത് ജംഗ് എന്ന പേര് സ്വീകരിച്ചു ഒരു മുസ്ലിം ചടങ്ങിനും പിന്നീട് ബ്രിട്ടീഷ് നിയമപരമായ കാര്യങ്ങൾ നിറവേറ്റുന്നതിനായി ഒരു സ്വകാര്യ ചടങ്ങിലും. അങ്ങനെ 2 രീതിയിൽ അവർ വിവാഹം കഴിച്ചു. അവരുടെ വിവാഹരേഖകൾ ഇപ്പോഴും നിലവിലുണ്ട്. 2 സംസ്കാരങ്ങളിലും അവരുടെ ഐക്യത്തെ നിയമസാധുവാക്കാൻ ശ്രദ്ധാപൂർവം എഴുതിയിരിക്കുന്നു. ബുദ്ധിമാനായ കിർക്പാട്രിക് ഹൈദരാബാദിലെ മത അധികാരികളിൽ നിന്ന് പോലും അംഗീകാരം നേടി. ഇത് ഇരു സമൂഹത്തിനും അവരുടെ ബന്ധത്തിൻ്റെ നിയമസാധുത നിഷേധിക്കുന്നത് അസാധ്യമാക്കി മാറ്റി. വധു സ്വർണവും വിലയേറിയ കല്ലുകളും കൊണ്ട് പൊതിഞ്ഞ പരമ്പരാഗത ഹൈദരാബാദി വിവാഹ വസ്ത്രം ധരിച്ചിരുന്നു. അതേസമയം കിർക്പാട്രിക് ബ്രിട്ടീഷ് മുഗൾ ശൈലികളുടെ മിശ്രിതമാണ് ധരിച്ചിരുന്നത്. അവരുടെ അതുല്യമായ ഐക്യത്തിൻ്റെ ഉദാത്തമായ കാഴ്ച. ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നുള്ള പ്രതികരണങ്ങൾ എന്താണ്? കമ്പനിയുടെ പ്രതികരണമാണോ പരിഭ്രാന്തിയാണോ എന്ന് നിശ്ചയമില്ലായിരുന്നു. ഗവർണർ ജനറൽ വെല്ലസ്ലി അദ്ദേഹത്തിന് കിർക്പാട്രിക്കിനെ ഇതിനോടകം തന്നെ ഇഷ്ടമില്ലാതായിരുന്നു. അദ്ദേഹം രോഷാകുലനായി. കമ്പനി ഉദ്യോഗസ്ഥർ വിവാഹത്തെ അപകടകരമായ ഒരു കീഴ്വഴക്കമായി കണ്ടു. മറ്റുദ്യോഗസ്ഥർ ഇത് പിന്തുടർന്നാലോ? കാരണം അവർ ശ്രദ്ധാപൂർവം നിർമ്മിച്ച ആ വംശീയമായ മതിലുകൾ തകരും. ഔപചാരികമായി ശാസനകൾ മുഴങ്ങി. ഔദ്യോഗിക കത്തിടപാടുകളിൽ കിർക്പാട്രിക്കിൻ്റെ വിശ്വസ്തത ചോദ്യം ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ മുന്നേറ്റം നിലച്ചു. ചിലർ അദ്ദേഹത്തെ ഉടൻ ലണ്ടനിലേക്ക് തിരിച്ചു വിളിക്കണമെന്ന് പോലും ആവശ്യപ്പെട്ടു. കമ്പനിയുടെ ഭ്രാന്ത് പൂർണ്ണമായും അടിസ്ഥാനരഹിതമായിരുന്നില്ല. ഹൈദരാബാദിലെ പ്രഭുക്കന്മാരുമായി കിർക്പാട്രിക്കിന് ഇപ്പോൾ കുടുംബ ബന്ധങ്ങളുണ്ടായി. തൻ്റെ സ്ഥാനം നിലനിർത്താൻ ശ്രമിക്കുന്നതിനിടയിൽ തൻ്റെ തിരഞ്ഞെടുപ്പുകളെ ന്യായീകരിക്കുന്നതിനും അത് മുറുകെ പിടിക്കുന്നതിനുമുള്ള ബുദ്ധിമുട്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കത്തുകൾ വെളിപ്പെടുത്തുന്നു. എല്ലാവരും ദമ്പതികൾക്കെതിരെ തിരിഞ്ഞില്ല. കിർക്പാട്രിക്കിൻ്റെ സഹോദരൻ വില്യം അവരുടെ ഏറ്റവും കടുത്ത സംരക്ഷകനായി മാറി. ഏറ്റവും മോശം പ്രത്യാഘാതങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ അയാൾ സ്വന്തം കമ്പനി ബന്ധങ്ങൾ ഉപയോഗിച്ചു. അവരെ പിന്തുണച്ച ഇന്ത്യൻ പ്രഭുക്കന്മാർ കൂടുതൽ ആശ്ചര്യകരമായിരുന്നു. കാരണം പ്രശ്നമുണ്ടായിട്ടും നിരവധി പ്രമുഖ ഹൈദരാബാദി കുടുംബങ്ങൾ കിർക്പാട്രിക്കുമായുള്ള ബന്ധം നിലനിർത്തി. അദ്ദേഹത്തിൻ്റെ വിവാഹത്തെ അവരുടെ സംസ്കാരത്തോടുള്ള യഥാർത്ഥ ബഹുമാനത്തിൻ്റെ തെളിവായി അവർ കണ്ടു. പുരോഗമനവാദികളായ ഒരുപിടി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ പോലും നിശബ്ദമായി അവരെ പിന്തുണച്ചു. കിർക്പാട്രിക്കിൻ്റെ സാംസ്കാരിക സംയോജനം അദ്ദേഹത്തെ നയതന്ത്ര പ്രതിനിധി എന്ന നിലയിൽ അതൊരു കുറവല്ലായിരുന്നു, കൂടുതൽ ഫലപ്രദമാക്കുകയാണ് ചെയ്തത് എന്നൊരു കമ്പനി ഡയറക്ടർ സ്വകാര്യമായി എഴുതി. ഏറ്റവും ശക്തനായ സഖ്യകക്ഷി ആരാണ്? അത് മറ്റാരുമല്ല, സമയം തന്നെയാണ്. ഭയപ്പെടുന്ന സ്വദേശ പ്രക്ഷോഭം അല്ലെങ്കിൽ കമ്പനി അധികാരത്തിൻ്റെ തകർച്ചയൊന്നുമില്ലാത്ത മാസങ്ങൾ. അതുകൊണ്ട് തന്നെ അവരുടെ വിവാഹത്തോടുള്ള എതിർപ്പിൻ്റെ തീവ്രത ക്രമേണ മങ്ങി. അവരുടെ പ്രണയകഥ അപകീർത്തികരമല്ലാത്തതും കൂടുതൽ ലളിതമായി അസാധാരണവുമായി മാറി. അസാധ്യമായ സാധ്യതകൾക്കെതിരെ ചെറുതും എന്നാൽ അർത്ഥവത്തായതുമായ വിജയം. ഇനി അവരുടെ ജീവിതമാണ്. ഒരുമിച്ച് ജീവിതം, 2 ലോകങ്ങളെ ബന്ധിപ്പിക്കൽ.
അവരുടെ വസതി യൂറോപ്യൻ ഇന്ത്യൻ വാസ്തുവിദ്യകൾ സമന്വയിപ്പിച്ചതായിരുന്നു. കിർക്പാട്രിക്കും ഖൈറുന്നിസയും ഒരുമിച്ച് നിർമ്മിച്ച വീട് അവരുടെ പരസ്പര സാംസ്കാരിക ഐക്യത്തിൻ്റെ ഒരു ഭൗതിക പ്രകടനമായിരുന്നു. ഹൈദരാബാദിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അവരുടെ വസതി സ്നേഹപൂർവ്വം രംഗ് മഹൽ, നിറങ്ങളുടെ കൊട്ടാരമെന്ന് വിളിക്കപ്പെടുന്നു. അക്കാലത്തെ വാസ്തുവിദ്യ മാനദണ്ഡങ്ങളെ ലംഘിച്ചു നിർമ്മിച്ചത് കാരണം ആ കൊട്ടാരത്തിൻ്റെ പുറംവശം ബ്രിട്ടീഷ് കൊളോണിയൽ രീതിയിൽ പണിതു. അത് കിർക്പാട്രിക്കിൻ്റെ മേലുദ്യോഗസ്ഥർക്ക് ഔദ്യോഗിക സന്ദർശനങ്ങളിൽ സുഖകരമായ ഒരു കാര്യമായിരുന്നു. എന്നാൽ അകത്തേക്ക് കടന്നാലോ നിങ്ങളെ ഒരു മുഗൾ അത്ഭുത ലോകത്തിലേക്ക് കൊണ്ടുപോകും. സങ്കീർണമായ ജാളി സ്ക്രീനുകൾ, മാർബിൾ തറയിലെ ജാമിതീയമായ പാറ്റേണുകളിലേക്ക് സൂര്യപ്രകാശം മനോഹരമായി ഫിൽട്ടർ ചെയ്യുന്നു. പരമ്പരാഗത പേർഷ്യൻ പരവതാനികൾ കൊണ്ട് ഇംഗ്ലീഷ് ഫർണിച്ചറുകൾ ഉൾക്കൊള്ളുന്ന മുറികളെ അലങ്കരിച്ചു. മധ്യഭാഗത്തെ മുറ്റത്ത് സുഗന്ധമുള്ള മുല്ലപ്പൂവും റോസാപ്പൂവും കൊണ്ട് ചുറ്റപ്പെട്ട ഒരു ജലധാരയുണ്ടായിരുന്നു. ദമ്പതികൾക്ക് സ്വകാര്യമായി ആസ്വദിക്കാൻ കഴിയുന്ന ഒരു പറുദീസ തന്നെ അവർ അവിടെ സൃഷ്ടിച്ചു. പരമ്പരാഗത കിഴക്കൻ പാരമ്പര്യങ്ങളിൽ നിന്നുള്ള കഥകൾ പറയുന്ന അതിശയകരമായ സീലിംഗ് ചുവർ ചിത്രങ്ങൾ നിർമ്മിക്കാൻ കിർക്പാട്രിക് പ്രാദേശിക കരകൗശല വിദഗ്ധരെ നിയമിച്ചു. അവരുടെ കിടപ്പുമുറിയിൽ ബ്രിട്ടീഷ് ഫോർ പോസ്റ്റർ കിടക്കയും കൈകൊണ്ട് വരച്ച മുഗൾ ശൈലിയിലുള്ള പുഷ്പാലങ്കാരങ്ങളും ഉണ്ടായിരുന്നു. ഒരു ബ്രിട്ടീഷ് റെസിഡന്റും ഒരു ഹൈദരാബാദി പ്രഭുവനിതയും തമ്മിലുള്ള വിവാഹം ആരുടെയും നിയമപുസ്തകത്തിൽ ഉണ്ടായിരുന്നില്ല. അത് അവർക്ക് സ്വന്തമായി എഴുതേണ്ടി വന്നു. ഒരു കാലത്ത് തൻ്റെ ഇംഗ്ലീഷ് ശീലങ്ങളിൽ അർപ്പിതനായിരുന്ന കിർക്പാട്രിക് ഹൈദരാബാദി സംസ്കാരത്തിൻ്റെ പല വശങ്ങളും സ്വീകരിച്ചു. അദ്ദേഹം ഉറുദു നന്നായി സംസാരിക്കാൻ പഠിച്ചു. അവരുടെ വീട്ടിൽ പ്രാദേശിക വസ്ത്രധാരണം സ്വീകരിച്ചു. തൻ്റെ ഭാര്യയോടൊപ്പം മുസ്ലിം ഉത്സവങ്ങളിൽ പോലും പങ്കെടുത്തു. ഖൈറുന്നിസ അദ്ദേഹത്തെ പല ശീലങ്ങളിലേക്കും കൊണ്ടുവന്നു. ഉറുദു കവിതയുടെ കലയിലേക്കും പരമ്പരാഗത ഹൈദരാബാദി പാചകരീതിയുടെ ആനന്ദങ്ങളിലേക്കും പരിചയപ്പെടുത്തി. അവരുടെ അത്താഴമേശ ഒരു ഫ്യൂഷൻ പരീക്ഷണമായി മാറി. ബിരിയാണി, കബാബുകൾ എന്നിവയ്ക്കൊപ്പം ഇംഗ്ലീഷ് റോസ്റ്റുകളും വിളമ്പി. മതപരമായ ആചാരങ്ങൾക്ക് ഏറ്റവും സൂക്ഷ്മമായ കാര്യങ്ങൾ ആവശ്യമാണ്. ഔദ്യോഗിക രേഖകളിൽ ക്രിസ്ത്യാനിയായി തുടർന്ന കിർക്പാട്രിക് ഭാര്യയോടുള്ള ബഹുമാനാർത്ഥം നിരവധി ഇസ്ലാമിക ആചാരങ്ങൾ സ്വകാര്യമായി സ്വീകരിച്ചു. അതുപോലെ ഭർത്താവിൻ്റെ സ്ഥാനത്തിന് ആവശ്യമായ യൂറോപ്യൻ സാമൂഹ്യ മര്യാദയുടെ വശങ്ങൾ ഉൾക്കൊള്ളുന്നതിനൊപ്പം ഖൈറുന്നിസ തൻ്റെ മുസ്ലിം വിശ്വാസവും നിലനിർത്തി. പരമ്പരാഗത ഹൈദരാബാദി മധുരപലഹാരങ്ങൾക്കൊപ്പം ക്രിസ്മസ് ആഘോഷിക്കുക, ഇംഗ്ലീഷ് ചായ സൽക്കാരങ്ങൾക്കൊപ്പം ഈദ് ആഘോഷിക്കുക എന്നിങ്ങനെ രണ്ട് ലോകങ്ങളിൽ നിന്നുള്ള ഘടകങ്ങൾ സംയോജിപ്പിച്ച് അവർ അതുല്യമായ കുടുംബാചാരങ്ങൾ സൃഷ്ടിച്ചു. അവരുടെ വീട് സാംസ്കാരിക അതിരുകൾ അലിഞ്ഞു ചേരുന്ന ഒരു ഇടമായി മാറി. ഇനി അവരുടെ കുട്ടികളും കുടുംബജീവിതവും. മക്കളുടെ വരവ്. മകൻ സാഹിബ് അല്ലും, മകൾ സാഹിബ് ബീഗം അവരുടെ കുടുംബത്തിൻ്റെ അതുല്യമായ ഐഡന്റിറ്റി ഉറപ്പിച്ചു. മാതാപിതാക്കൾ നിർമ്മിച്ച ലോകങ്ങൾക്കിടയിലുള്ള പാലം ഈ കുട്ടികൾ ഉൾക്കൊണ്ടു. രണ്ട് കുട്ടികൾക്കും പുരോഗമനപരമായ വിദ്യാഭ്യാസം ലഭിച്ചു. അവർ ഇംഗ്ലീഷ്, പേർഷ്യൻ, ഉറുദു എന്നിവ പഠിച്ചു. ഇസ്ലാമിക തത്വചിന്തയ്ക്കൊപ്പം പ്രാദേശിക ശാസ്ത്രവും അവരുടെ പാഠങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്നു. തങ്ങളുടെ ഇംഗ്ലീഷ് ഇന്ത്യൻ പൈതൃകം മനസ്സിലാക്കണമെന്ന് കിർക്പാട്രിക് നിർബന്ധിച്ചു. കുടുംബജീവിതം അവരുടെ വീടിൻ്റെ അകത്തെ മുറ്റത്ത് കേന്ദ്രീകരിച്ചായിരുന്നു. അവിടെ കിർക്പാട്രിക് യൂറോപ്യൻ യക്ഷിക്കഥകളിൽ നിന്നും പേർഷ്യൻ ഇതിഹാസങ്ങളിൽ നിന്നുമുള്ള കഥകൾ വായിക്കുമായിരുന്നു. ഖൈറുന്നിസ കുട്ടികളെ പരമ്പരാഗത ഹൈദരാബാദി മര്യാദകൾ പഠിപ്പിച്ചു. അതേസമയം കിർക്പാട്രിക് സമൂഹത്തിൽ അവർക്ക് ആവശ്യമായ ബ്രിട്ടീഷ് ആചാരങ്ങൾ മനസ്സിലാക്കുന്നുവെന്നും ഉറപ്പാക്കി. കുട്ടികളുടെ വസ്ത്രങ്ങൾ അവരുടെ ഇരട്ട പൈതൃകത്തെ പ്രതിഫലിപ്പിച്ചു. പരമ്പരാഗത എംബ്രോയിഡറി കൊണ്ട് അലങ്കരിച്ച ഇന്ത്യൻ തുണിത്തരങ്ങളിൽ നിന്ന് നിർമ്മിച്ച യൂറോപ്യൻ ശൈലികൾ. അവരുടെ പേരുകൾ തന്നെ ഈ ദ്വൈതതയെ ഉൾക്കൊള്ളുന്നു. ഇംഗ്ലീഷ് നിയമരേഖകൾ അവരെ വില്യം, കാതറിൻ എന്നിങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹൈദരാബാദിൽ അവർ ഇന്ത്യൻ പേരുകളിലും അറിയപ്പെട്ടിരുന്നു. വിവാഹത്തിന് ശേഷമുള്ള കിർക്പാട്രിക്കിൻ്റെ ചില പ്രൊഫഷണൽ വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? പ്രൊഫഷണലായി നോക്കിയാൽ ഖൈറുന്നിസയെ വിവാഹം കഴിച്ച ശേഷം കിർക്പാട്രിക് ഒരു കയറിലൂടെയുള്ള നടത്തമായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥർ അദ്ദേഹത്തെ സ്വദേശത്തേക്ക് പോകുന്നതിനെ സംശയത്തോടെയാണ് വീക്ഷിച്ചത്. ഹൈദരാബാദിലെ പ്രഭുക്കന്മാരുമായുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ബന്ധങ്ങൾ അദ്ദേഹത്തിൻ്റെ വിധിന്യായത്തിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടോ എന്ന് ലണ്ടനിൽ നിന്നുള്ള കത്തുകളിൽ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്തു.
ഖൈറുന്നിസ സന്നിഹിതയാണെങ്കിൽ ചില ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ റെസിഡൻസിയിലെ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചു. കിർക്പാട്രിക് ഈ അവഹേളനങ്ങളെ നിശബ്ദമായി എന്നാൽ ഉറച്ചു നിന്നുകൊണ്ട് പോരാടി. തന്റെ തുടർച്ചയായ നയതന്ത്ര ഫലപ്രാപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ക്രമേണ അദ്ദേഹം കൂടുതൽ ബഹുമാനം നേടിയെടുത്തു. രാഷ്ട്രീയ ഭൂപ്രകൃതി കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കി. ഹൈദരാബാദിലെ നൈസാമും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലുള്ള സംഘർഷത്തിൽ ചാഞ്ചാട്ടം നേരിട്ടപ്പോൾ ബ്രിട്ടീഷ് താൽപ്പര്യങ്ങളോടുള്ള തന്റെ കടമയ്ക്കും താൻ ദത്തെടുത്ത മാതൃരാജ്യത്തോടുള്ള യഥാർത്ഥ വാത്സല്യത്തിനുമിടയിൽ കിർക്പാട്രിക് ചിലപ്പോഴേക്ക് കുടുങ്ങിപ്പോയി. കമ്പനിക്ക് അദ്ദേഹം നൽകിയ വിശദമായ റിപ്പോർട്ടുകൾ കൂടുതൽ സൂക്ഷ്മമായി മാറി. ഹൈദരാബാദ് രാഷ്ട്രീയത്തെക്കുറിച്ച് പുറത്തുനിന്നുള്ള ആർക്കും ലഭിക്കാത്ത ഉൾക്കാഴ്ചകൾ നൽകി. ഈ സവിശേഷ വീക്ഷണം അദ്ദേഹത്തെ നയതന്ത്രപരമായ വിലമതിക്കാനാവാത്തതാക്കി മാറ്റി. ചിലർ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പുകളെ ചോദ്യം ചെയ്തപ്പോഴും ഈ വെല്ലുവിളികൾക്കിടയിലും രാഷ്ട്രീയ വൈദഗ്ധ്യത്തിലൂടെയും തന്റെ സാംസ്കാരിക വൈവിധ്യം രണ്ട് ലോകങ്ങൾക്കിടയിലുള്ള ഒരു പാലം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഫലപ്രാപ്തി വർദ്ധിപ്പിച്ചുവെന്ന് തിരിച്ചറിഞ്ഞവരുടെ പിന്തുണയിലൂടെയും കിർക്പാട്രിക് തന്റെ സ്ഥാനം നിലനിർത്തി. ഇനിയാണ് കഥയുടെ ദുരന്തത്തിലേക്ക് പ്രവേശിക്കുന്നത്. 1805 വെറും 41 വയസ്സുള്ളപ്പോൾ ജെയിംസ് കിർക്പാട്രിക്കിന്റെ ജീവിതം ദാരുണമായി അവസാനിച്ചു. മാസങ്ങളോളം ഒരു ദുരൂഹ രോഗവുമായി മല്ലിട്ട ശേഷം വൈദ്യചികിത്സ നേടുന്നതിനിടെ അദ്ദേഹം കൽക്കട്ടയിൽ വെച്ച് മരിച്ചു. അവസാന നാളുകൾ പ്രിയപ്പെട്ട ഭാര്യയിൽ നിന്നും കുട്ടികളിൽ നിന്നും വളരെ അകലെയായിരുന്നു. അവരുടെ അടുത്തേക്ക് മടങ്ങാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്ന നിരാശാജനകമായ കത്തുകൾ അദ്ദേഹം വീട്ടിലേക്ക് എഴുതിയിരുന്നു. സമയം ഇതിലും ആർക്കും മോശമായിരുന്നിട്ടുണ്ടാകില്ല. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുള്ളിൽ രാഷ്ട്രീയ കാറ്റുകൾ മാറിക്കൊണ്ടിരുന്നു. ഇന്ത്യൻ സംസ്കാരത്തോടുള്ള കിർക്പാട്രിക്കിന്റെ അനുകമ്പയുള്ള നിലപാട് അദ്ദേഹത്തിന്റെ ബ്രിട്ടീഷ് മേലുദ്യോഗസ്ഥരെ അമ്പരപ്പിച്ചിരുന്നു. ബ്രിട്ടീഷുകാരോ ഇന്ത്യൻ സമൂഹമോ ഖൈറുന്നിസയെ പൂർണ്ണമായും അംഗീകരിക്കാത്ത ഒരു ലോകത്ത് അദ്ദേഹത്തിന്റെ മരണം ഖൈറുന്നിസയെ ദുർബലയാക്കി. വിധവയായ ഖൈറുന്നിസയുടെ പോരാട്ടം. ജെയിംസ് മരിച്ചതിന് ശേഷം ഖൈറുന്നിസയുടെ ലോകം തകർന്നു. വെറും 19 വയസ്സുള്ള വിധവയായ അവൾ അസാധ്യമായ ഒരു അവസ്ഥയിലായി. കിർക്പാട്രിക് നൽകിയ സംരക്ഷണം ഒറ്റ രാത്രി കൊണ്ട് അവസാനിച്ചു. അവളുടെ അമ്മായിയമ്മ, അതായത് കിർക്പാട്രിക്കിന്റെ അമ്മ, ദമ്പതികളുടെ സ്വത്തിന്റെയും സമ്പത്തിന്റെയും നിയന്ത്രണം പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. കിർക്പാട്രിക് ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കൽ അവളുടെ പദവി അംഗീകരിക്കാൻ നിർബന്ധിതരായ ബ്രിട്ടീഷ് അധികാരികൾ പോലും ഇപ്പോൾ അവളുടെ സ്ഥാനം സൗകര്യപൂർവ്വം മറന്നുകളഞ്ഞു. ഒരിക്കൽ ആ ബന്ധത്തിന്റെ പേരിൽ അവളെ നിരസിച്ച അവളുടെ സ്വന്തം കുടുംബം വളരെ കുറച്ച് പിന്തുണ മാത്രമേ നൽകിയുള്ളൂ. ഒടുവിൽ അവൾ ക്യാപ്റ്റൻ ഉറേ എന്ന ഉദ്യോഗസ്ഥനെ പുനർവിവാഹം കഴിച്ചു. പക്ഷേ ഈ ബന്ധം അവൾക്ക് ആശ്വാസത്തെക്കാൾ ദുരിതമാണ് നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അവളോട് മോശമായി പെരുമാറിയെന്നും അവളുടെ ആ പുതിയ ഭർത്താവ് അവൾക്ക് നിലനിർത്താൻ കഴിഞ്ഞിരുന്ന ആ ചെറിയ സ്വത്ത് ദൂർത്തടിച്ച് പാഴാക്കി കളഞ്ഞുമെന്നും ചരിത്രം പറയുന്നു. അതിലും ദുരന്തമാണ് ഖൈറുന്നിസയെ കാത്തിരുന്നത്. അത് മറ്റൊന്നുമല്ല, മക്കളിൽ നിന്നുള്ള വേർപിരിയൽ. ഖൈറുന്നിസയുടെ മക്കളായ സാഹിബ് അല്ലും, അതായത് ഇംഗ്ലണ്ട് രേഖകളിൽ വില്യം എന്നാണ് അറിയപ്പെടുന്നത്, സാഹിബ് ബീഗവും ഇംഗ്ലണ്ട് രേഖകളിൽ കാതറിൻ എന്നറിയപ്പെടുന്നു. അവരെ അവളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി ഇംഗ്ലണ്ടിലേക്ക് അയച്ചപ്പോഴാണ് ഏറ്റവും ക്രൂരമായ തിരിച്ചടി അവൾ നേരിട്ടത്. അവരുടെ ഭർത്തൃപിതാവായ കേണൽ ജെയിംസ് കിർക്പാട്രിക് അവര് സ്വന്തം കുടുംബത്തിലെ കുട്ടികളായി അവകാശപ്പെട്ടു. അവരെ ശരിയായ ബ്രിട്ടീഷ് കുട്ടികളായി വളർത്തണമെന്ന് തീരുമാനിച്ചു. നിങ്ങളുടെ കുട്ടികൾ ഇനി ഒരിക്കലും നിങ്ങളെ കാണില്ലെന്ന് അറിഞ്ഞുകൊണ്ട് കപ്പൽ യാത്ര ചെയ്യുന്നത് കാണുമ്പോഴുള്ള ഒരു ഹൃദയവേദന സങ്കല്പിക്കുക. ഖൈറുന്നിസയ്ക്ക് സംഭവിച്ചത് അതാണ്. ഇംഗ്ലണ്ടിലെ അവരുടെ അമ്മായിയമ്മയാണ് അവരുടെ കുട്ടികളെ വളർത്തിയത്. അവരുടെ ഇന്ത്യൻ പൈതൃകവും അമ്മയുടെ ഭാഷയും ഒടുവിൽ അമ്മയെ തന്നെയും മറക്കാൻ പഠിപ്പിച്ചു. 2 കുട്ടികളും ഇനി ഒരിക്കലും അവരുടെ അമ്മയെ കാണില്ല. അവർ പൂർണ്ണമായും ഇംഗ്ലീഷ് ഭാഷയിൽ വളർന്നു. കാതറിൻ ബ്രിട്ടീഷ് പ്രഭുവിനെ വിവാഹം കഴിച്ചു. വില്യം ആകട്ടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ചേർന്നു. അവരുടെ കഥ ബ്രിട്ടീഷ് ഇന്ത്യൻ ബന്ധങ്ങളെ എങ്ങനെ സ്വാധീനിച്ചു? കിർക്പാട്രിക് ഖൈറുന്നിസ പ്രണയം ബ്രിട്ടീഷ് ഇന്ത്യൻ ബന്ധങ്ങളിൽ സാധാരണയാരും സ്വീകരിക്കാത്ത ഒരു പാതയെ പ്രതിനിധീകരിക്കുന്നു. സാംസ്കാരിക വിനിമയവും സംയോജനവും സാധ്യമാണെന്ന് തോന്നിയ ഒരു ചെറിയ ജാലകത്തിനിടയിലാണ് അവരുടെ വിവാഹം നടന്നത്. സാമ്രാജ്യത്വ മനോഭാവങ്ങൾ കഠിനമായപ്പോഴേക്കും അത്തരം ജാലകങ്ങളെല്ലാം അടയ്ക്കപ്പെട്ടിരുന്നു. ഇന്ത്യയിലെ മറ്റ് ബ്രിട്ടീഷ് പുരുഷന്മാർക്ക് അവരുടെ കഥ ഒരു മുന്നറിയിപ്പായി മാറി.
കിർക്പാട്രിക്കിന്റെ മരണശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനി മിശ്ര വിവാഹത്തിനെതിരായ നയങ്ങൾ കർശനമാക്കി. അവരുടെ ഉദ്യോഗസ്ഥരെ അതിൽ നിന്ന് വ്യക്തമായി നിരുത്സാഹപ്പെടുത്തി. ബ്രിട്ടീഷ് രാജ് ഒടുവിൽ കോളനിവൽക്കരിക്കുന്നവരും ഇന്ത്യക്കാരും തമ്മിൽ കർശനമായ സാമൂഹിക വേർതിരിവ് നടപ്പിലാക്കി. എന്നിട്ടും അവരുടെ പൈതൃകം കീഴടക്കലിന് പകരം സ്നേഹത്തിലൂടെ രണ്ട് സംസ്കാരങ്ങൾ ഒന്നിച്ച ഒരു നിമിഷവും നിലനിർത്തുന്നു. അവരുടെ അസാധാരണമായ പ്രണയകഥ എണ്ണമറ്റ പുനരാഖ്യാനങ്ങൾക്ക് പ്രചോദനമായിട്ടുണ്ട്. വില്യം ഡാൽറിംപിളിന്റെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന വൈറ്റ് മുഗൾസ് എന്ന പുസ്തകത്തിലൂടെ അവരുടെ കഥ ആധുനിക പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. കത്തുകളിലൂടെയും കമ്പനി രേഖകളിലൂടെയും അവരുടെ ബന്ധത്തെ സൂക്ഷ്മമായി ഗവേഷണം ചെയ്തു. BBC അവരുടെ കഥ റേഡിയോയ്ക്ക് വേണ്ടി സ്വീകരിച്ചു. അതേസമയം ഇന്ത്യൻ ചരിത്രകാരന്മാർ ഖൈറുന്നിസയെ ഒരു നിർണായക ചരിത്ര നിമിഷത്തിൽ രണ്ട് ലോകങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയ ഒരു വ്യക്തിയായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരുടെ പ്രണയം ക്രോസ് കൾച്ചർ സാധ്യതയുടെ ശക്തമായ പ്രതീകമായി മാറിയിരുന്നു. അതിൻ്റെ ദാരുണമായ അന്ത്യം ഒരു സാമ്രാജ്യത്തിൽ മനുഷ്യന്റെ വിലയില്ലായ്മയെ ഓർമ്മിപ്പിക്കുന്നു. സിനിമകളിലും നോവലുകളിലും ചരിത്ര വിവരണങ്ങളിലും അവർ സാംസ്കാരിക ധാരണയുടെ വാഗ്ദാനത്തെയും അധികാര അസന്തുലിതാവസ്ഥ ഏറ്റവും ആത്മാർത്ഥമായ ബന്ധങ്ങളെപ്പോലും ദുഷിപ്പിക്കുമ്പോഴുള്ള മോശമായ അനന്തരഫലങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. ഇന്ന് അവരുടെ പിൻഗാമികൾ ഇന്ത്യയിലും ബ്രിട്ടനിലും ജീവിക്കുന്നു. അതിരുകളെ ധിക്കരിക്കുന്ന ഒരു പ്രണയത്തിന്റെ ജീവിക്കുന്ന പാരമ്പര്യം. അത് ഒടുവിൽ അവയെ മറികടക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സാംസ്കാരിക അതിരുകൾ, മതപരമായ വ്യത്യാസങ്ങൾ, സാമൂഹിക പ്രതീക്ഷകൾ എന്നിവ മറികടക്കാനുള്ള പ്രണയത്തിന്റെ കഴിവിന്റെ ശക്തമായ തെളിവായി കിർക്പാട്രിക്കിന്റെയും ഖൈറുന്നിസയുടെയും അസാധാരണമായ കഥ നിലകൊള്ളുന്നു. കൊളോണിയൽ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ പൂത്തുലഞ്ഞ അവരുടെ പ്രണയം ബ്രിട്ടീഷ് ഇന്ത്യൻ സമൂഹങ്ങളുടെ കർശനമായ രാഷ്ട്രീയ സാമൂഹിക ഘടനകളെ വെല്ലുവിളിച്ചു. മറികടക്കാനാവാത്തതായി തോന്നുന്ന പ്രതിബന്ധങ്ങളെ നേരിട്ടിട്ടും പരസ്പരമുള്ള അവരുടെ സ്നേഹം രണ്ട് വ്യത്യസ്ത ലോകങ്ങൾക്കിടയിൽ ഒരു അതുല്യമായ പാലം സൃഷ്ടിച്ചു. ഇരുവരുടെയും ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിക്കുകയും ചരിത്രത്തിൽ ഒരു മായാത്ത മുദ്ര പതിപ്പിക്കുകയും ചെയ്തു. വലിയ വിഭജനത്തിന്റെ കാലഘട്ടങ്ങളിൽ പോലും യഥാർത്ഥ മനുഷ്യബന്ധം തഴച്ചു വളരുമെന്ന് അവരുടെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവരുടെ കഥ ദുരന്തത്തിൽ അവസാനിച്ചെങ്കിലും കിർക്പാട്രിക്കിന്റെയും ഖൈറുന്നിസയുടെയും പൈതൃകം ധൈര്യത്തിന്റെയും ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും പരിവർത്തന ശക്തിയുടെയും ആഴമേറിയ പ്രതീകമായി ജീവിക്കുന്നു. ഒരിക്കൽ മറഞ്ഞിരുന്നതും വിലക്കപ്പെട്ടതുമായ അവരുടെ ബന്ധം ഇപ്പോൾ സങ്കീർണമായ ഒരു ചരിത്ര കാലഘട്ടത്തിലേക്കുള്ള ആകർഷകമായ ഒരു ജാലകമായി വർത്തിക്കുന്നു. ഹൃദയം പലപ്പോഴും അതിരുകൾ തിരിച്ചറിയുന്നില്ല എന്നതിൻ്റെ ഒരു ശാശ്വത ഓർമ്മപ്പെടുത്തലായി നിലകൊള്ളുന്നു.